ഇറാൻ അമേരിക്ക യുദ്ധം അവസാനിക്കുന്നു എന്ന സൂചന നൽകിക്കൊണ്ട് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഒരാഴ്ചത്തെ സമയപരിധി ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. മാസങ്ങളായി പശ്ചിമേഷ്യയെ മുൾമുനയിൽ നിർത്തിയ സംഘർഷത്തിന് അന്ത്യം കുറിക്കാൻ ലക്ഷ്യമിട്ടുള്ള സുപ്രധാന നീക്കങ്ങൾ വാഷിംഗ്ടണിൽ പുരോഗമിക്കുകയാണ്. ഫോക്സ് ന്യൂസ് അവതാരകൻ ബ്രെറ്റ് ബെയർ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം വിഷയത്തിൽ ട്രംപ് അതീവ ശുഭപ്രതീക്ഷയിലാണ്. നിലവിൽ ചർച്ചയിലുള്ള സമാധാന ഉടമ്പടി ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണുമെന്നാണ് വൈറ്റ് ഹൌസിന്റെ വിലയിരുത്തൽ. ഒരാഴ്ചയ്ക്കുള്ളിൽ കരാർ നടപടികൾ പൂർത്തിയാക്കി സമാധാനം പുനഃസ്ഥാപിക്കാനാണ് പ്രസിഡന്റ് ലക്ഷ്യമിടുന്നത്. ഇറാന്റെ ആണവ പദ്ധതികൾ നിയന്ത്രിക്കുക, ഉപരോധങ്ങൾ നീക്കം ചെയ്യുക, പ്രാദേശിക സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ വിഷയങ്ങളിൽ വിശാലമായ ചർച്ചകൾക്കാണ് ഈ പുതിയ കരാർ അടിത്തറയാകുന്നത്. എന്നാൽ സമാധാന ചർച്ചകൾക്കിടയിലും ഇറാനെതിരെ കടുത്ത ഭീഷണി ട്രംപ് ഉയർത്തുന്നുണ്ട്. ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം മുഴുവനായി അമേരിക്കയ്ക്ക് കൈമാറണമെന്നതാണ് കരാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ. ഈ നിർദ്ദേശം അംഗീകരിച്ചില്ലെങ്കിൽ ഇറാനെതിരെയുള്ള സൈനിക നീക്കം കൂടുതൽ ശക്തമാക്കുമെന്ന മുന്നറിയിപ്പും ട്രംപ് നൽകിയിട്ടുണ്ട്. ഇതിനിടയിലാണ് അമേരിക്കൻ ഉപരോധം ലംഘിച്ച് ഇറാനിയൻ തുറമുഖത്തേക്ക് കടക്കാൻ ശ്രമിച്ച MT ഹസ്ന എന്ന ടാങ്കർ കപ്പലിന് നേരെ US സൈന്യം വെടിവെച്ചത്. US വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കണിൽ നിന്നാണ് ആക്രമണം ഉണ്ടായത്. 20 mm കാനൺ ഉപയോഗിച്ചുള്ള വെടിവെപ്പിൽ ഇറാനിയൻ കപ്പലിന്റെ സ്റ്റിയറിംഗ് സംവിധാനം തകരാറിലായതും കപ്പലിന്റെ ഗതി തടഞ്ഞതായും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. മുന്നറിയിപ്പുകൾ അവഗണിച്ചതിനാലാണ് കടുത്ത നടപടിയെടുത്തതെന്നാണ് അമേരിക്കയുടെ ഔദ്യോഗിക വിശദീകരണം. വൈറ്റ് ഹൌസിൽ നടന്ന സൈനിക മാതൃദിന പരിപാടിയിൽ സംസാരിച്ച ട്രംപ് ഇറാനുമായുള്ള നിലവിലെ പോരാട്ടത്തെ ഒരു ചെറിയ സംഘർഷം എന്നാണ് വിശേഷിപ്പിച്ചത്. US സൈന്യം കാര്യങ്ങൾ പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട 13 അമേരിക്കൻ സൈനികരെ പ്രഥമ വനിത മെലാനിയ ട്രംപ് ചടങ്ങിൽ അനുസ്മരിച്ചു. സൈനികരുടെ ജീവൻ സംരക്ഷിക്കാനാണ് തന്റെ മുൻഗണനയെന്ന് വ്യക്തമാക്കിയ ട്രംപ് ഉടൻ തന്നെ ഒരു ഒത്തുതീർപ്പുണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ്. പാകിസ്ഥാൻ മധ്യസ്ഥർ മുഖേനയുള്ള ചർച്ചകളിൽ വലിയ പുരോഗതിയുണ്ടെന്നും സങ്കീർണമായ വിഷയങ്ങൾ മാറ്റി നിർത്തി ലളിതമായ രീതിയിൽ കരാറിലെത്താനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ട്രംപ് ഓവൽ ഓഫീസിൽ പറഞ്ഞു. ഇറാനിലെ മിതവാദികൾക്ക് ചർച്ചാമേശയിലേക്ക് തിരിച്ചുവരാൻ ഇത് വഴിയൊരുക്കുമെന്നാണ് കരുതപ്പെടുന്നത്. വരുന്ന ഒരാഴ്ച ആഗോള രാഷ്ട്രീയത്തിൽ നിർണായകമായിരിക്കും.